പാതിവില തട്ടിപ്പ് കേസിൽ ക്രൈംബ്രാഞ്ചിൽ നിന്ന് വിവരങ്ങൾ തേടി ഇഡി. കേസിന്റെ വിശദാംശങ്ങൾ, അന്വേഷണ പുരോഗതി റിപ്പോർട്ടും ആവശ്യപ്പെട്ട് ഇഡി ക്രൈംബ്രാഞ്ച് ഡിജിപിക്ക് കത്തയച്ചു. റെയ്ഡിൽ പിടിച്ചെടുത്ത രേഖകളും ആവശ്യപ്പെട്ടിട്ടുണ്ട്. പാതിവില തട്ടിപ്പിൽ ECIR രജിസ്റ്റർ ചെയ്ത ഇഡി സംസ്ഥാന വ്യാപകമായി 12 കേന്ദ്രങ്ങളിൽ റെയ്ഡുകൾ നടത്തിയിരുന്നു. പാതിവില തട്ടിപ്പ് കേസിൽ പൂർണ്ണ സഹകരണമാണ് ഇഡി തേടുന്നത്. ആദ്യം ലോക്കൽ പോലീസ് രജിസ്റ്റർ ചെയ്യുകയും പിന്നീട് തട്ടിപ്പിന്റെ വ്യാപ്തി വ്യക്തമായി ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കുകയും ചെയ്ത കേസിൽ പ്രധാന രേഖകളെല്ലാം ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിലാണ്. ഇഡിക്ക് മുമ്പ് ക്രൈംബ്രാഞ്ച് കേസിലെ മുഖ്യപ്രതി അനന്തകൃഷ്ണന്റെ ഉൾപ്പെടെയുള്ള വീടുകളിലും സ്ഥാപനങ്ങളിലും റെയ്ഡുകൾ നടത്തി രേഖകളും ബാങ്ക് ഇടപാട് വിവരങ്ങളും സ്വത്തുക്കൾ സംബന്ധിച്ച വിവരങ്ങളും പിടിച്ചെടുത്തിരുന്നു. പരിശോധന പൂർത്തിയാക്കിയ കേന്ദ്രങ്ങൾ സീൽ ചെയ്ത ക്രൈംബ്രാഞ്ച് റെയ്ഡിനെത്തിയ ഇഡി ഉദ്യോഗസ്ഥരെ തിരിച്ചയക്കുകയും ചെയ്തിരുന്നു. അന്വേഷണ നടപടികളുടെ ഭാഗമായാണ് കത്തയച്ചിട്ടുള്ളത്. എല്ലാ ജില്ലകളിലും പരാതികൾ രജിസ്റ്റർ ചെയ്ത കേസായതിനാലാണ് ക്രൈംബ്രാഞ്ച് ADGPക്ക് കത്തയച്ചത്. സാധാരണ നിലയിൽ നിക്ഷേപ തട്ടിപ്പ് കേസുകളിൽ അന്വേഷണത്തിന് നേതൃത്വം നൽകുന്ന ക്രൈംബ്രാഞ്ച് SP-മാർക്കാണ് കത്ത് നൽകാറുള്ളത്. ഇഡി ആവശ്യപ്പെടുന്ന രേഖകൾ കൈമാറാതിരിക്കുകയും അന്വേഷണത്തോട് നിസ്സഹകരിക്കുകയുമാണ് ക്രൈംബ്രാഞ്ചിന്റെ പതിവ് രീതി. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ ഇഡി ആവശ്യപ്പെട്ട രേഖകൾ ക്രൈംബ്രാഞ്ച് കൈമാറിയിരുന്നില്ല. ജനം, കൊച്ചി.